ഹലോ പ്രിയപ്പെട്ടവരെ, വിവാദങ്ങളിൽ പുകഞ്ഞ് എമ്പുരാൻ. എമ്പുരാൻ സിനിമ ഇറങ്ങി മണിക്കൂറുകൾക്കകം തന്നെയാണ് സിനിമ വിവാദങ്ങളിലേക്ക് കൂപ്പുകുത്തിയത്. കൂടാതെ ഇന്ത്യയിലെ തന്നെ ചില സാമുദായിക കലാപങ്ങളായ ഗോദ്ര ഗുജറാത്ത് കലാപങ്ങൾ ചിത്രത്തിൽ എടുത്തു കാണിച്ച രീതി വിവാദങ്ങൾ ഉണ്ടാകാൻ കാരണമായി. ചിത്രത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നിറയുകയാണ്. വിവാദത്തിന് പിന്നാലെ ചിത്രം ഉടനെ തന്നെ 200 കോടി ക്ലബിലെത്തുകയും ചെയ്തിരുന്നു. ഒരു സംഘം ആളുകളുടെ തീരുമാനം ചിത്രത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പുറത്ത് ഒരു കലാസൃഷ്ടിയായി കാണുക എന്നതായിരുന്നു. എന്നാൽ മറുവാദം ഒരു കമ്മ്യൂണിറ്റിയെ എതിരായി കാണിക്കുന്നു എന്നതും. ഇതിന് പിന്നാലെ മോഹൻലാലും പൃഥ്വിരാജുമടക്കം ഖേദപ്രകടനം നടത്തി മുന്നിലേക്ക് വന്നതും വലിയ ചർച്ചാ വിഷയമായിരുന്നു. എന്നാൽ തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ മുരളി ഗോപി വിഷയങ്ങളെക്കുറിച്ച് പ്രതികരിച്ചതുമില്ലായിരുന്നു. ചിത്രത്തിൻ്റെ എഡിറ്റഡ് വെർഷൻ വൈകിട്ടോടെ പുറത്തിറങ്ങുമെന്നാണ് നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ പറയുന്നത്. കൂടാതെ എഡിറ്റഡ് വെർഷനിൽ വില്ലൻ്റെ പേര് ബൽദേവ് എന്നാക്കി. നന്ദിക്കാടിൽ നിന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേര് മാറ്റുകയും ചെയ്തു. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളും കട്ട് ചെയ്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ചിത്രം മുറിക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. കട്ട് ചെയ്തത് അവരുടെ ഇഷ്ടപ്രകാരം, അവർ തീരുമാനിച്ചത് അവർ ചെയ്തു. ഇങ്ങനെയായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. എന്തായാലും ചിത്രം ഇപ്പോൾ 230 കോടിയിലേക്ക് എത്തുകയാണ്. ചിത്രത്തിൻ്റെ തിരക്കഥയിലുണ്ടായ വിള്ളൽ ആദ്യ റിലീസ് ദിവസം പലരും ചൂണ്ടിക്കാട്ടിയെങ്കിലും അതിനുശേഷമുണ്ടായ വിവാദങ്ങൾ സിനിമയ്ക്ക് വലിയൊരു മൈലേജാണ് നൽകിയത്. സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ആന്റണി പെരുമ്പാവൂർ ഏറ്റവും പുതിയതായി നടത്തിയ പ്രസ്താവന ചർച്ചയാവുകയാണ് ഇപ്പോൾ. ആന്റണിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എമ്പുരാൻ 3 ഉറപ്പായും ഉണ്ടാവും. കൂടാതെ സിനിമയുടെ കഥ തനിക്കും മോഹൻലാലിനും പൃഥ്വിരാജിനും മുരളി ഗോപിക്കും നേരത്തെ തന്നെ അറിയാമായിരുന്നു. കൂടാതെ ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നിയ കാര്യം ഞങ്ങൾ കറക്റ്റ് ചെയ്യുന്നു. ഇന്ന് വൈകിട്ടോടെ സിനിമയുടെ എഡിറ്റഡ് വെർഷൻ ആളുകളിലേക്ക് എത്തും. തുടർന്നും സിനിമ ഞങ്ങൾക്ക് എടുക്കണം. എല്ലാവരും നമ്മുടെ സിനിമകൾ ആസ്വദിക്കുന്നവർ ആണ്. എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാനാണ് സിനിമകൾ ഞങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെയായിരുന്നു നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിൻ്റെ വാക്കുകൾ. കഴിഞ്ഞ ദിവസം മേജർ രവി പറഞ്ഞത് എമ്പുരാൻ സിനിമ മുഴുവൻ ലാലേട്ടൻ കണ്ടിരുന്നില്ല. കൂടാതെ സ്റ്റോറിയും മറ്റും മുഴുവനായും മോഹൻലാലിന് അറിയില്ലായിരുന്നു. സാധാരണ അദ്ദേഹത്തിൻ്റെ ഭാഗം മാത്രം ഡബ് ചെയ്ത് തിയേറ്ററിലാണ് മുഴുവൻ സിനിമയും മിക്കവാറും കാണുക. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രിവ്യൂ ഷോ മുഴുവനായും കണ്ടിരുന്നില്ല. ഇങ്ങനെയായിരുന്നു മേജർ രവി പറഞ്ഞിരുന്നത്. എന്നാൽ ഈ പ്രസ്താവനയെ അപ്പാടെ മാറ്റിമറിക്കുന്ന വാക്കുകളാണ് സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ ആന്റണി പെരുമ്പാവൂർ പറയുന്നത്. എന്തായാലും ഇന്ത്യ എന്ന രാജ്യത്ത് ഒരുപാട് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് രാജ്യത്തിന് തന്നെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നവർ ആവണം എന്നതായിരിക്കണം എല്ലാവരുടെയും മനസ്സിലുണ്ടാവേണ്ട ഒരു ചിന്ത. കൂടാതെ എല്ലാ മതസ്ഥരെയും നമ്മുടെ സഹോദരങ്ങളായി കാണുക എന്നതും എല്ലാവരുടെയും മനസ്സിലുണ്ടാവേണ്ട ഒരു വലിയ ദൃഢനിശ്ചയം കൂടിയാവുന്നു. മാത്രവുമല്ല, നാം ആരെയും ദ്രോഹിക്കാതെയും ഇരിക്കുക. എന്തായാലും എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻസായി രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ കായിക വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്